ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് മൈസൂർ പാലസിലാണ് കേട്ടോ. കർണാടകയിലെ മൈസൂർ പാലസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ടിക്കറ്റൊക്കെ എടുക്കണം. ഇവിടെ 100 രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് ഫെയർ കേട്ടോ. പിന്നെ കുട്ടികൾക്ക് 18 വയസ്സുള്ളവർക്ക് 50 രൂപയാണ് ടിക്കറ്റ് ചാർജ്. പക്ഷേ ഇന്ന് നല്ല റഷാണ് ഇവിടെ കണ്ടോ. അങ്ങനെ ഞങ്ങൾ മൈസൂർ പാലസിനകത്ത് കയറാനുള്ള ടിക്കറ്റൊക്കെ എടുത്ത് തരുന്നുണ്ടോ. ഇതാണ് നമ്മുടെ ടിക്കറ്റ്. അപ്പോൾ അതിന് ടിക്കറ്റ് എടുത്ത് നമ്മുടെ കൂടെയുള്ള ടീംസൊക്കെ അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അവരോട് വന്നിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ ഈ ഇതിനുള്ളിലോട്ട് നമുക്ക് കയറാൻ വേണ്ടിയുള്ളത്. അങ്ങനെ ഞങ്ങൾ പാലസിനകത്ത് കയറിയായിരുന്നു കേട്ടോ. ഇവിടെ ബാഗൊക്കെ സ്കാൻ ചെയ്യാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതിനകത്തോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ദൂരെ കാണുന്നതാണ് മൈസൂർ പാലസ് കേട്ടോ. ഇന്ന് നല്ല തിരക്കാണ് ഇത്. നമുക്കപ്പോൾ ഇതുവഴി പോവാം. രാജാക്കന്മാർ പറയുന്നത്. അപ്പൊ പണ്ട് രാജാക്കന്മാർ വേറെ ഇവരായിരുന്നു താമസിയാനായിരുന്നു. നമ്മൾ ദൂരെ നിന്നൊക്കെ ഈ കൊട്ടാരം കാണാൻ ഒരു പ്രത്യേക ലുക്ക് തന്നെയാണ് കേട്ടോ. ഒരു അടിപൊളി വ്യൂ ആണിത്. അതിൻ്റെ ഗോപുരമൊക്കെ എന്ന് പറഞ്ഞ ഒരു ചുവന്ന കളറിലുള്ള ഗോപുരം, പിന്നെ അതിൻ്റെ ഡിസൈനിങ്, ഇതെല്ലാം ഒരു വെറൈറ്റിയാണ് കേട്ടോ. എന്തായാലും ഇത് നമ്മൾ കാണാനുള്ളൊരു കൊട്ടാരം തന്നെയാണ്. ഈ കോമ്പൗണ്ടിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരു ഫുള്ള് ഏരിയ എന്താ പറയുക പാലസ് ഉണ്ട്. അതിൻ്റെ സൈഡിൽ ഫുള്ള് ഗാർഡനിങ് എല്ലാം ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ് ഇതിനകത്തെല്ലാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് മുന്നിലാണ് നമുക്ക് എൻട്രൻസ് ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് കാണുക. ഇതിൻ്റെ സൈഡിലൊക്കെ കണ്ടോ ഗാർഡനൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒത്തിരി അവിടെ എല്ലാം കാണുന്ന എല്ലാം റോസാപ്പൂവാണ് കേട്ടോ. റോസ് ഫ്ലവറാണ് കൂടുതൽ ഇവിടെ അവർ ഗാർഡനിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് എൻട്രൻസ് ഉള്ളത് കേട്ടോ. നമുക്കപ്പോൾ ഇവിടെ നിന്ന് ടിക്കറ്റ് ഇവിടെ കാണിച്ച് നമ്മൾ അകത്ത് കയറി. ഇനി നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യണം, നമ്മുടെ ചെരുപ്പൊക്കെ എന്ത് ചെയ്യണം, നമുക്കിവിടെ കൊടുത്തിട്ടേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. എവിടെ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതാ ഞങ്ങൾ ചെരുപ്പൊക്കെ കൊടുത്തിട്ട് ഇനി അകത്തോട്ട് കയറാം കേട്ടോ. എന്താണ് നമ്മുടെ സജനാണെങ്കിൽ എന്ത് ചെയ്തു, ഒരു ടിക്കറ്റ് കുറച്ചാണ് എടുത്തത്. അങ്ങനെ ഒരു ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അവൻ രണ്ടാമത് വീണ്ടും പോയിട്ട് വന്ന്. നമ്മളിപ്പോൾ നിൽക്കുന്ന കൊട്ടാരത്തിന് അംബവിലാസ് പാലസ് എന്നൊരു പേരുകൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഈ കൊട്ടാരം എന്ന് പറഞ്ഞാൽ ഒരു ചരിത്ര പ്രധാനമുള്ള ഒരു കൊട്ടാരം കൂടിയാണ്. അതോടൊപ്പം തന്നെ പണ്ട് കാലത്ത് ഒരു രാജകീയ വസതി കൂടിയാണ് കേട്ടോ. ഒരു ആനയുടെ തലയൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഫുള്ള് കല്ലിൽ സ്റ്റോണിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത് വാടിയാർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക വസതിയും മൈസൂർ രാജ്യത്തിൻ്റെ ഇരിപ്പിടവും കൂടിയായിരുന്നു കേട്ടോ പണ്ട് കാലത്ത്. ഈ പണ്ട് കാലത്തുള്ള സേനകളുടെയൊക്കെ ഒത്തിരി പെയിൻറ്റിങ്സ് ഒക്കെ അവർ ചുവരിൽ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ ഇവിടെ ഈ ചുവരിൻ്റെ സൈഡിലൊക്കെ ടൈലുകളൊക്കെ അവർ ഒട്ടിച്ചിട്ടുണ്ട്. എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സംഭവങ്ങളാണ് കേട്ടോ. നല്ല ഗ്ലേസിങ് അവിടെയൊക്കെ അതൊക്കെ ഇരിപ്പുള്ളത്. പിന്നെ ഒത്തിരി കൊത്തു വർക്കുകളാണ് കൂടുതലും എന്താ പറയുക ഈ ബിൽഡിങ്ങിലെല്ലാം ചെയ്തിരിക്കുന്നത്. ആർച്ച് മോഡലിലൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം പണ്ട് കാലത്തുണ്ടായിരുന്ന കൊത്തു വർക്കുകളാണ് കൂടുതലും ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്നത് കല്യാണ മണ്ഡപമാണ്. ഇതിൻ്റെ തറയിലുള്ളത് മാത്രമാണ് നമ്മുടെ ഇന്ത്യൻ നിർമ്മിത മെറ്റീരിയൽ ഉള്ളത്. ബാക്കിയെല്ലാം ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങളാണ്. ഈ പില്ലർ പോലെ കാണുന്നത് മൊത്തം ലോകമാണ് കേട്ടോ. ലോകത്തിലുണ്ടാക്കിയാണ് ഈ സംഭവങ്ങൾ വെച്ചിരിക്കുന്നത്. ടൈല് മാത്രമാണ് നമ്മുടെ ഈ ഇന്ത്യയിൽ നിന്ന് എടുത്തിട്ടുള്ളത്.
राजपरिवार की फैमिली फोटो पेंटिंग है। यहाँ पे 2 फैमिली की फोटो एक साथ फोटो लगाए, सुनने में देखने में मजा आता है। नहीं 1938 का। ഇതെല്ലാം വാൾ പെയിൻറ്റിംഗ് ആണ് കേട്ടോ. ഫുള്ള് ചെയ്തിരിക്കുന്നതെല്ലാം വാൾ പെയിൻറ്റിംഗ് ആണ്. Because she built 2 dams in this state. Still 100% of water supplies to Mangalore. ഈ മൈസൂറിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കിഴക്കോട്ട്, അതായത് ഏകദേശം ചാമുണ്ഡി മലനിരകൾക്ക് അഭിമുഖമായിട്ടാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. ഫുള്ള് പഴയ കാലത്തുണ്ടായിരുന്ന കൊത്തുപണികളാണ്. അതിൽ പിന്നെ അവർ കുറച്ച് ലൈറ്റുകളൊക്കെ മാത്രമേ അറേഞ്ച് ചെയ്തിട്ടുള്ളൂ. വലിയ ഗ്ലാസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇത് ചെയർ റൂമാണ്. അത് വന്നിട്ട് 2 എണ്ണം സിൽവറിലുള്ള 2 വലിയ ചെയർ വെച്ചിട്ടുണ്ട്. കൊട്ടാരങ്ങളുടെ നഗരം എന്നാണ് പൊതുവെ മൈസൂറിനെ വിശേഷിപ്പിക്കുന്നത്. ഈ കൊട്ടാരം ഉൾപ്പെടെ 7 കൊട്ടാരങ്ങൾ ഇവിടെ നിലവിലുണ്ട് കേട്ടോ. പഴയ കോട്ടയ്ക്കുള്ളിലെ ആദ്യത്തെ കൊട്ടാരം 14-ാം നൂറ്റാണ്ടിലാണ് നിർമ്മിച്ചത്. അതേസമയം നിലവിലത്തെ കോട്ട എന്ന് പറയുന്നത് കല്ലും ഇഷ്ടികയും മരവും കൊണ്ടൊക്കെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ താജ്മഹൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രശസ്തമായ ആകർഷണങ്ങളിലൊന്നാണ് ഈ മൈസൂർ കൊട്ടാരം. പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ സ്റ്റാച്ചു ചെയ്തിരിക്കുന്നതാണ് കൃഷ്ണരാജ വദ്യ. 1930-ലാണ് ദർബാർ ഹാൾ വിങ് ഉൾപ്പെടെ ഈ കൊട്ടാരം കൂടുതലായി വിപുലീകരിക്കുന്നത്. ഇവിടുത്തെ ദർബാറിൽ യൂസ് ചെയ്യുന്ന ലിഫ്റ്റാണ് കേട്ടോ. ഇത് മൈസൂർ പാലസിനകത്തുള്ള പ്രൈവറ്റ് ദർബാർ ഹാളാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് ഫുള്ള് എന്താ പറയുക, ഫുള്ള് എല്ലാം കൊത്തുപണികളായിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഇവിടെ മെയിനായിട്ട് 4 പ്രവേശന കവാടങ്ങളുണ്ട് കേട്ടോ. ഒന്ന് കിഴക്കോട്ടായിട്ട് ജയമാർത്താണ്ഡ, അതായത് അതാണ് പ്രധാന കവാടം. വടക്കോട്ട് ജയരാമ, തെക്ക് ബലരാമൻ, പടിഞ്ഞാറ് വരാഹ. അങ്ങനെയാണ് 4 പ്രധാന കവാടങ്ങൾ ഇതിനുണ്ട് കേട്ടോ. ഞങ്ങളങ്ങനെ മൈസൂർ പാലസിനകത്തെല്ലാം കണ്ടിട്ട് ഇപ്പം നേരത്തെ പുറത്തിറങ്ങിയായിരുന്നു കേട്ടോ. പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് നല്ല ചൂടാണ്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്ന് വേണം നേരെ നമ്മൾ ബസ്സിലോട്ട് തിരിച്ചു പോകാം. നമുക്ക് ഈ കൊട്ടാരത്തിൻ്റെ ചരിത്രം കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് കയറുമ്പോൾ ഗൈഡൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഗൈഡിനെ സെലക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കൊട്ടാരത്തിൻ്റെ ഒത്തിരി ചരിത്രങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. ഞങ്ങൾ ജസ്റ്റ് അല്ലാതെ കയറി കണ്ട് തിരിച്ചിറങ്ങുകയും ചെയ്തു. അപ്പം ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റി, പറയാൻ പറ്റിയിട്ടില്ല. ഒത്തിരി ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഓരോ കൊത്തുപണിക്കും ഓരോ വിശേഷണങ്ങളും അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. നമുക്കതൊന്നും എല്ലാം പറയാൻ പറ്റിയിട്ടില്ല. ഡിഫറെൻറ്റ് ലീവ്സിലുള്ള പ്ലാന്റൊക്കെ അവരിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് പാലസിന് പുറത്ത് ഒരു അടിപൊളി എന്താ പറയുക, കാണാൻ നല്ല രസമായിട്ടുള്ള ഒരു ഗാർഡനൊക്കെയാണ് അവരിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഇതാണ് കേട്ടോ. ഞാൻ ആ പാലസൊക്കെ കണ്ട് പുറത്തിറങ്ങിയിട്ട് വന്ന് എന്താ പറയുക, ഒന്ന് റെസ്റ്റൊക്കെ ചെയ്ത് ഇങ്ങനെ ഡാൻസൊക്കെ കളിച്ച് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പാലസിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ നേരെ ബസ്സിൽ കയറി നമ്മളിനി നേരെ വൃന്ദാവൻ ഗാർഡനിലാണ് പോകുന്നത് കേട്ടോ. വൃന്ദാവൻ ഗാർഡനിലെ ലൈറ്റ് ഷോ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. നമ്മൾ വൃന്ദാവൻ ഗാർഡനിലോട്ട് പോകുമ്പോൾ ഒത്തിരി കടകൾ സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ. ഫുഡ് കൊടുക്കുന്നതുണ്ട്, പിന്നെ ടോയ്സിൻ്റെതുണ്ട്. അങ്ങനെ ഒത്തിരി കടകളുടെ സൈഡിൽ കൂടിയാണ് നമ്മൾ നടന്ന് നേരെ വൃന്ദാവൻ ഗാർഡൻ്റെ എൻട്രൻസിലോട്ട് പോകുന്നത്. ഞങ്ങൾ 46 പേരുണ്ടായിരുന്നു. അപ്പോൾ 46 പേരെയും എൻ്റെ ഓരോരുത്തരായിട്ട് ഞങ്ങൾക്ക് കയറ്റി വിടുന്നേ ഉള്ളൂ കേട്ടോ. എല്ലാവരും നല്ല തിരക്കാണ്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇനിയുണ്ട് നമ്മുടെ അവിടെ ഒരു 8 പേര് വരാനുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവഴിയാണ് നേരെ വൃന്ദാവൻ ഗാർഡനകത്തോട്ട് പോകുന്നത് കേട്ടോ. ഈ വൃന്ദാവൻ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നതെന്ന് പറയുന്നത് ഇന്ത്യൻ സംസ്ഥാനത്തിലെ കർണാടക ജില്ലയിലെ മാണ്ഡ്യ ജില്ലയിലെ മൈസൂർ നഗരത്തിലെ ഏകദേശം 12 കിലോമീറ്റർ മാറിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ വൃന്ദാവൻ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഈ ഗാർഡനകത്തോട്ട് കറങ്ങണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ എന്താ പറയുക, ഇലക്ട്രിക് വണ്ടിയിൽ നമുക്ക് അവർ നമ്മളെ പിക്ക് ചെയ്തൊക്കെ കൊണ്ടുപോകും കേട്ടോ.
ഇതാണ് നമ്മുടെ, ഇതൊരു ചെറിയൊരു എൻട്രൻസ് വഴിയൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതുവഴി നമുക്ക് ഗാർഡനകത്ത് പോവാം. ഇതിൻ്റെ തൊട്ടപ്പുറത്തൊരു ഡാമൊക്കെ ഉണ്ട്. ആ ഡാമിൻ്റെ ഒരു സൈഡിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഗാർഡൻ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് ഇന്ന് നല്ല തിരക്കാണ്. നമ്മൾ ഒത്തിരി പേര് ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ ഉണ്ട്. ഏതോ ഒരു ടീം കണ്ടോ, ഫുള്ളവർ വന്നിട്ട് ഫുള്ള് വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട്, എനിക്കൊന്ന് ടൂർ പാക്കേജ് പോലെ വന്നേന്ന് തോന്നുന്നു. അവർ ഫുള്ള് വന്ന ഫോട്ടോസൊക്കെ ഇവിടെ എടുക്കുന്നുണ്ട്. ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഫോട്ടോസ്, വീഡിയോസൊക്കെ, റീൽസ്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ ഇത് കാവേരി നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഒരു അണക്കെട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ കൃഷ്ണരാജസാഗര അണക്കെട്ടിനോട് ചേർന്നാണ് ഈ എന്ത് ചെയ്യുന്നത്, ഈ വൃന്ദാവൻ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ലൈറ്റിങ്ങിൻ്റെ ഇതൊക്കെ ഉണ്ട്. പിന്നെ വാട്ടർ ഷോയൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഏകദേശം ഈ പൂന്തോട്ടം ആരംഭിച്ചതെന്ന് പറയുന്നത് 1927 ആരംഭിച്ചതാണ്. ഏകദേശം 1932 ഈ ഗാർഡൻ്റെ എന്താ പറയുക, അത് എൻ്റെ പ്രോഗ്രാം എല്ലാം അവർ പൂർത്തീകരിച്ചത്. അപ്പോൾ അത്രയും വർഷം എടുത്തിട്ടാണ് ഈ ഗാർഡൻ അവർ ഇവിടെ മൊത്തം റെഡിയാക്കിയിട്ടുള്ളത്. ഈ വൃന്ദാവൻ ഗാർഡനിൽ ഏകദേശം ഒരു വർഷം ഏകദേശം 2 ദശലക്ഷക്കണക്കിന് ആൾക്കാർ സന്ദർശിച്ചിട്ട് പോകുന്നു എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അതായത് ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഇവിടെ നമുക്ക് ഒത്തിരി കുട്ടികളൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. ഇത് ഇവിടുത്തെ സ്കൂളിൽ നിന്നൊക്കെ അവർ ട്രിപ്പൊക്കെ വന്നിട്ട് പോകുന്നവരാണ്. അതോടൊപ്പം തന്നെ ഒത്തിരി ടൂറിസ്റ്റുകൾ ഈ എന്ത് ചെയ്യുന്നു, ഈ ഗാർഡൻ സന്ദർശിച്ച് പോകുന്നുണ്ട്. പിന്നെ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഒത്തിരി പേര് ഇവിടെ വന്നൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ടീമും ഫോട്ടോഷൂട്ടൊക്കെ നടത്തുകയാണ് കേട്ടോ. My dreams among the stars while I'm standing on the pavement, spinning around, lost and found, just trying to make a statement. Lift the weight off my shoulders and set me free. Let the birds in the sky is where I'd like to be, without gravity to hold us down. Together we'll lose sight of the ground.
വൃന്ദാവൻ ഗാർഡനകത്തുള്ള ലൈറ്റ് ഷോ ഒക്കെ കണ്ടായിരുന്നു. വാട്ടർ ലൈറ്റിംഗ് എല്ലാം കണ്ടിട്ട് നമ്മളിപ്പോൾ തിരിച്ച് നേരെ ബസ്സിലോട്ട് പോവാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഫിഷൊക്കെ വെക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നു. മീൻ ഫ്രൈ ആണ് കേട്ടോ. ഞണ്ടുണ്ട്. ഒത്തിരി മീനൊക്കെ മസാലയൊക്കെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അതിനെ ഫ്രൈ ചെയ്ത് നമുക്ക് തരും കേട്ടോ. നമ്മളൊരു കടയിൽ വന്നിട്ട് എന്താ പറയുക, കുറച്ച് സാധനങ്ങളൊക്കെ റേറ്റൊക്കെ ചോദിച്ചു കേട്ടോ. നമ്മുടെ സ്ഥിരം പരിപാടിയാണ്. 300 രൂപ പറഞ്ഞാൽ നമ്മൾ 200 രൂപ 150 രൂപ പറഞ്ഞിട്ട് മേടിക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരായിട്ടോ. ഉണ്ടോ, നമ്മുടെ എല്ലാ ടീംസും ഉണ്ട്. അപ്പോൾ നമ്മൾ വൃന്ദാവൻ ഗാർഡനിലെ ലൈറ്റ് ഷോയും വൃന്ദാവൻ ഗാർഡനും ഒക്കെ കണ്ടിട്ട് ഐ ലവ് R2 റിസോർട്ടിലെത്തിയായിരുന്നു കേട്ടോ. ഇവിടെ വന്നത് വേറെ ഒന്നുമല്ല, ഇവിടെ നമുക്ക് DJ പ്രോഗ്രാം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, 2 തുള്ളു തുള്ളാൻ വേണ്ടി വന്നതാണ് കേട്ടോ. നമ്മളെ ടീം മൊത്തം ഉണ്ട് 2 തുള്ളു തുള്ള വൈബാണ് ഇന്ന്. അപ്പോൾ അതിന് വേണ്ടിയാണ് വന്നത്. അപ്പോൾ നമ്മൾ ഇനി നേരെ DJക്കോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ വീഡിയോ കാണാം.
ഹലോ, അങ്ങനെ നമ്മൾ DJ സോങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ രാത്രി പൂളിൽ കുളിക്കാൻ വേണ്ടി വരികയാണ് കേട്ടോ. നമ്മുടെ ഇവിടെ റൂമിൽ തന്നെ പൂളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ പൂളിലോട്ട് ഇറങ്ങാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. ഉണ്ടോ, എല്ലാം കിടന്നുണ്ട്, മൊത്തം അലമ്പോടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ മൊത്തം ഇന്ന് പൂളിലൊക്കെ ഇറങ്ങി ഒന്ന് കുളിച്ചിട്ട് ഒരു വൈബായിട്ട് എന്ത് ചെയ്യാനോ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് പക്ഷേ ചെറിയ പൂളായിട്ടോ, ചെറിയൊരു ഇതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതൊന്ന് ഇറങ്ങി ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി പോകാം. അങ്ങനെ ഞങ്ങൾ മൈസൂർ വന്നിട്ട് പൂളിൽ കുളിക്കാൻ കേട്ടോ. അപ്പൊ നമുക്കിവിടെ 11:30-12 മണി വരെയാണ് നമുക്ക് ടൈം കേട്ടോ ഇപ്പൊ കുളിക്കാൻ വേണ്ടി. അപ്പൊ ഓരോ ടീമിനായിട്ട് അവർ സെപ്പറേറ്റ് ടൈമൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് എന്ത് ചെയ്തു, DJ സോങ് ഒക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് എന്ത് ചെയ്തു, നേരെ നമ്മൾ എന്ത് ചെയ്തു, ഒന്ന് സ്വിമ്മിംഗ് പൂളിലൊന്ന് കുളിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. 1-2 ടീംസ് മാത്രം എന്ത് ചെയ്തിട്ടില്ല, ഇറങ്ങിയിട്ടില്ല. അവരെന്നെ എടുത്ത് എന്ത് ചെയ്യണം, വെള്ളത്തിലുണ്ട്. അപ്പോൾ അടുത്ത ടാർഗറ്റ് അതാണ്. ഓക്കെ, അവരെടുത്ത് വെള്ളത്തിൽ ടീംസ് എല്ലാം ഇവിടെ അടിച്ച് പൊളിച്ച് നടക്കുകയാണ്. രാത്രി 11:30 മണി വരെ നമുക്ക് സമയമായിട്ട് ഇവിടെ മൊത്തം അലമ്പായിട്ടോ. അപ്പൊ നല്ല തണുപ്പാണ് കേട്ടോ, കേറാൻ വേണ്ടിയാ പോകുന്നത്. നമ്മുടെ പയ്യൻ പാവം കേട്ടോ, ആദ്യം ശകലം വെള്ളത്തിലൊന്ന് വീണ്. അപ്പൊ അങ്ങനെ വെള്ളം കുടിച്ചു പോയി. അതിന്റെ ഒരു പേര് ചെയ്യുന്നതിന് അപ്പനെയും പിടിച്ചിങ്ങനെ ഇരിക്കുക. മുങ്ങിയാലോ, അപ്പൊ നമുക്കൊന്ന് മുങ്ങിത്തരാം. അപ്പൊ നമുക്കൊന്ന് മുങ്ങിയാൽ മുങ്ങാം. 1, 2, 3 അനീഷ, അങ്ങനെ ഇവിടെ നീന്തൽ പഠിത്തമുണ്ട് കേട്ടോ. രാത്രി 10 മണിയായപ്പോഴത്തേക്കും വെള്ളത്തിൽ കിടന്ന് നീന്തി പഠിക്കുക. എന്റെ കിളി പോയി. പാവത്തിന്റെ തുണി എല്ലാരും കൂടി ഊരി. ഇവിടെ ഉണ്ട്. എടാ, പകുതി വെള്ളം മൊത്തം വെളിയിൽ പോയടാ. റെഡി? ഓക്കെ. എന്തായാലും പൂളിലെ കുളി 11:30-ക്കും 12:30-ക്കും തീരുന്ന ഒരു പ്രതീക്ഷയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ ബൈ.